ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. മനുഷ്യൻ തന്റെ ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെടുത്തുന്നുവെന്ന ആത്മസമർപ്പണത്തിന്റെ മഹത്തായ പ്രതീകമാണ് ഹജ്ജ് എന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുന്നംഗം കെ എം മുഹമ്മദ് കാസിം കോയ അഭിപ്രായപ്പെട്ടു. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പൊന്നാനി തവനൂർ മണ്ഡലത്തിൽ നിന്നും ഈ വർഷം ഹജ്ജിന് അവസരം ലഭിച്ച ഹാജിമാർക്കുള്ള രണ്ടാംഘട്ട സാങ്കേതിക പരിശീലന ക്ലാസ് ആലത്തിയൂർ MET ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പൊന്നാനി മണ്ഡലം ക്ലാസിന്റെ ഉദ്ഘാടനം മുൻ ഹജ്ജ് കമ്മിറ്റി അംഗം കാസിം കോയ ഉസ്താദ് നിർവഹിച്ചു. 40 തവണ അറഫയിൽ ഹജ്ജ് ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. 40 തവണ വാപ്പ സിലോണിൽ നിന്ന് ഇന്ത്യയിലൂടെ വാപ്പ 40 തവണ ഹജ്ജ് ചെയ്തു ചരിത്രം പറയുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഉമ്മയെ കാണുന്നില്ല. ഉമ്മ എവിടെയാണ്? ഉമ്മ കാണാതെ ഉമ്മനെ കാണാൻ വിഷമിച്ച് വാപ്പയെ സർവാധിപനായോട് അല്ലാഹു തആലയോട് അറഫയിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവിടെ തന്നെ ഒരു വിഷയം ബാബ പ്രാർത്ഥിക്കുകയുണ്ടായി. വബിഹഖി സയ്യിദിനാ വമൗലാനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തഗ്ഫിർ ലീ. റബ്ബേ, എൻ്റെ ദോഷം നീ പൊറുക്കുന്നതോടൊപ്പം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കോണേക്ക് പുറത്തരണം തമ്പുരാനെ. തവന്നൂർ മണ്ഡലം ക്ലാസിന്റെ ഉദ്ഘാടനം ഹജ്ജ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മൊയ്തീൻ കുട്ടിയും നിർവഹിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കെ കക്കോത്ത് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഫാക്കൽറ്റിമാരായ CM അസ്കർ, ജാഫർ മാസ്റ്റർ തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് മുജീബ്, മണ്ഡലം ട്രെയിനർമാരായ മുഹമ്മദ് നസീർ, അലി മുഹമ്മദ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. 2 മണ്ഡലങ്ങളിൽ നിന്ന് 424 ഹാജിമാർ ക്ലാസിൽ പങ്കെടുത്തു. ഹജ്ജ് ട്രെയിനർ നൌഷാദ് മാടത്തിങ്കൽ സ്വാഗതം പറഞ്ഞു.